നമസ്കാരം സർ. നമ്മുടെ കേരളത്തിൽ എന്നല്ല, ഒരു മാധ്യമ സ്ഥാപനം പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ഇന്ന് റിപ്പോർട്ടർ ചാനൽ അതിന്റെ ആ മര്യാദയുടെ എല്ലാ സീമയും ലംഘിച്ചു എന്ന് വേണം പറയാൻ. ഗോപാലകൃഷ്ണൻ നമുക്കറിയാം. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. ഒരു ഒരു ഒന്നും വേണ്ട, അദ്ദേഹം ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു പരിഗണന പോലും നൽകാതെ അത്രയും റീച്ച് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ, റിപ്പോർട്ടർ ചാനലിന്റെ പോലെയുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചു. ട്രോളന്മാരൊക്കെ ചെയ്യുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഫേസ്ബുക്ക് പേജ് ഇന്ന് പെരുമാറിയത്. ഈ ഒരു വിഷയത്തിലുള്ള പ്രതികരണമാണ് അറിയേണ്ടത്. ഒപ്പം പിന്നീട് ഉണ്ടായ റിപ്പോർട്ടർ ചാനലിന്റെ ഖേദപ്രകടനത്തെ സാർ എങ്ങനെ നോക്കിക്കാണും? നമസ്കാരം നീതു. നീതു, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലുള്ള മിക്ക മാധ്യമ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാകും. അതിൻ്റെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുന്ന ആൾക്കാർക്കടക്കം അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, ചാനലിൻ്റെ മുഖമായി നിൽക്കുന്ന ആൾക്കാർക്ക് ഒക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാകും. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാകും, ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാകും, രാഷ്ട്രീയ വിരോധമുള്ള ആൾക്കാരും ഉണ്ടാകും. പക്ഷെ ഒരു മാധ്യമ സ്ഥാപനം പുലർത്തേണ്ടുന്ന ചില സാമാന്യ മര്യാദകളുണ്ട്. അത് മാധ്യമ സ്ഥാപനത്തിന് ബാധകമാണ്, ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ബാധകമാണ്, അതിൻ്റെ ചുമതലകൾ വഹിക്കുന്ന ആൾക്കാർക്ക് ബാധകമാണ്, അതേപോലെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുന്ന ആൾക്കാർക്കും ബാധകമാണ്. അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ ഭാഗമായിട്ട്, അവരുടെ വർക്ക് എത്തിക്സിന്റെ ഭാഗമായിട്ട് ഒക്കെ തന്നെ രൂപീകരിക്കുന്ന ചില മൂല്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്നൊരു പേരുള്ളത് എന്ന് വെച്ചാൽ, അവരെല്ലാവരും തന്നെ ഒരുപക്ഷെ സാറ്റലൈറ്റ് കണക്ഷൻ വഴി വീടുകളിലേക്ക്, ആൾക്കാരുടെ ടി.വികളിലേക്ക് എത്തുന്നവരാണ്. അവർക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട്. മറ്റുള്ള മാധ്യമങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സ്വീകാര്യത ഇവർക്കുണ്ട്, കൂടുതൽ റീച്ച് ഇവർക്കുണ്ട്. പിന്നെ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടാണ് ഇവർ വാർത്തകളെ സമീപിക്കുന്നത് എന്ന ഒരു സങ്കല്പവുമുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തൊക്കെ രാഷ്ട്രീയ ചായ്വ് ഉണ്ടെങ്കിലും, എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് ഒരു കാറ്റഗറി തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നിൽക്കുന്ന പല ആൾക്കാരുമുണ്ട്. അത് ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മിനിമം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ബാലൻസ്ഡ് ആയിട്ടാണ് ആ വാർത്ത കൊടുക്കുന്നത്, അവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഓരോ വിഷയങ്ങളെയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്ഫുൾ ആയി ഒരു ഇൻസൈറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക്, ഒരു കലാപത്തിനോ സ്പർദ്ധയ്ക്കോ ഒക്കെ ഇൻസൈറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കാണോ, മോശമായ പദങ്ങളാണോ അവർ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിലെല്ലാം വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ ബിഹേവിയർ ഉൾപ്പെടെ പുലർത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് സാധാരണ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന ബ്രാക്കറ്റിൽ വരുന്നത്. അതല്ലാതെ ഏറ്റവും റോക്ക് ബോട്ടം നിൽക്കുന്ന ആൾക്കാരെ മഞ്ഞപ്പത്രം എന്നൊരു പേരാണ് പറയുക, യെല്ലോ ജേർണലിസം എന്നാണ് അതിന് പറയുക. അപ്പൊ അവിടെ എന്ത് തരത്തിലുള്ള രീതിയും പറയാം, എന്ത് വാക്കും പറയാം, അങ്ങനെയൊക്കെയാണ് അവരവിടെ ചെയ്യാറുള്ളത്. അങ്ങനെ പറയാം എന്ന രീതിയിൽ ഒരു എൻഡോഴ്സ്മെന്റ് അല്ല, മറിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് ആ രീതിയിലത്തേക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സോ കോൾഡ് മുഖ്യധാര മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ നിൽക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ടി വി. അപ്പൊ റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, നമുക്കറിയാം, ഈ TRP റേറ്റിംഗിലൊക്കെ തന്നെ അവർക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പുരോഗതിയുണ്ട്. കൺവെൻഷനലായിട്ട് പ്രവർത്തിച്ചിരുന്ന മാതൃഭൂമി, മനോരമ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളുടെ ടെലിവിഷൻ വെർഷനേക്കാൾ വളരെ മുന്നിലേക്ക് അവർ വരുന്നു. 24 ന്യൂസുമായിട്ട് അവർക്ക് ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ട് അവർക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ രീതിയിലത്തേക്കൊക്കെ തന്നെ അവർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മുഖ്യധാര മാധ്യമമായിരിക്കുമ്പോഴും അവർ പുലർത്തേണ്ടുന്ന ചില മാന്യതകൾ, മര്യാദകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവരുടെ ജീവനക്കാരുടെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട്, അവരുടെ വർക്ക് എത്തിക്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെയെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ്, ഒരുപക്ഷെ ഒരു മഞ്ഞപ്പത്ര നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിമർശന വിധേയമായിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന വക്താവാണ്, അവരുടെ മുതിർന്ന നേതാവാണ് തൃശ്ശൂരിൽ നിന്നുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആൾക്കാരുണ്ടാകാം, വ്യക്തിപരമായിട്ട് എതിർപ്പുള്ള ആൾക്കാരുണ്ടാകാം. അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷെ എന്ന് കരുതി രാഷ്ട്രീയ വിരോധമുണ്ട് എങ്കിൽ ആ വിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി മഞ്ഞപ്പത്രങ്ങൾ ഉപയോഗിക്കുന്നതോ അതല്ല എങ്കിൽ ട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള വട്ടപ്പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖ്യധാര മാധ്യമം ഒരു വ്യക്തിയെ പറ്റി പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ അധമ മാധ്യമ പ്രവർത്തനം എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. ഒരിക്കലും ആ രീതിയിലത്തേക്കുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. അതായത് ഒരു ചാനലിന്റെ ഓൺലൈൻ ഡെസ്കിലിരിക്കുന്ന, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളിന് അയാളുടെ മനോഗതം പോലെ, അയാളുടെ മനോനിലയ്ക്കനുസരിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ എഴുതിവിടാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ മാധ്യമ സ്ഥാപനം ഒരാൾക്കും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു എഡിറ്റർ
അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഈ കാര്യങ്ങളെയൊക്കെ തന്നെ വർക്ക് ഓവർസീ ചെയ്യുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാളിന്റെ അനുമതിയോടുകൂടി മാത്രമേ അത് പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരിക്കൽ പോസ്റ്റ് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം ആ വ്യക്തിക്കല്ല, മറിച്ച് ആ സ്ഥാപനത്തിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീ ഗോപാലകൃഷ്ണനെ ഒരു വട്ടപ്പേര് വിളിച്ചുകൊണ്ട്, മോശമായ രീതിയിലത്തേക്ക് ചിത്രീകരിച്ചുകൊണ്ട്, ആ പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് വാർത്ത കൊടുക്കുകയും ഈ മോശമായിട്ടുള്ള പേര് ഹാഷ്ടാഗ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഈ ചിത്രം ഒക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ സത്യം വിചാരിച്ചാൽ കരുതിയത് അത് മറ്റാരോ ഉണ്ടാക്കിയതാണ്, വ്യാജമായി നിർമ്മിച്ചതാണ് എന്നാണ്. കാരണം ഒരു മുഖ്യധാര മാധ്യമ സ്ഥാപനം അങ്ങനെ ചെയ്യേണ്ടതല്ല. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് അത് അങ്ങനെയാണ് എന്ന്. ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ വിളിച്ച് സംസാരിക്കുന്നു, അങ്ങനെ ഒരു തെറ്റുണ്ടായി, അതിന് ഖേദം പ്രകടിപ്പിക്കുന്നു, ഇതൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് ഇത് കഴിഞ്ഞോ? ഖേദപ്രകടനം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ടോ ഒരു പ്രൊമോ കാർഡായിട്ടോ ഇട്ടതുകൊണ്ട് മാത്രം നിങ്ങളൊരു വ്യക്തിയെ ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ അധിക്ഷേപിക്കുന്നതിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയുമോ? ഇല്ല. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഈ ആൾക്കാര് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു വിശദീകരണം ആ ചാനലിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതല്ലാതെ ശ്രീ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിനെ പറ്റി അല്ലെങ്കിൽ ആ വാർത്തയെ പറ്റി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പിഴവ്, അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പിഴവ് എന്താ സാറേ എന്നൊരു ചോദ്യം ഉണ്ടാകും. ആ പിഴവ് ഏറ്റു പറഞ്ഞുകൊണ്ട്, അതായത് അദ്ദേഹത്തിനെ മോശം പദം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അവിടെ റെഫറൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായി എന്നും അത് ഞങ്ങളുടെ സ്റ്റാഫാണ് എന്നും ആ സ്റ്റാഫിനെതിരെ എന്ത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും ആൾക്കാർ അറിയണം. കാരണം ഇങ്ങനെ ചെയ്തിരിക്കുന്ന ആൾക്കാരെ സപ്പോസ് അവരെ ടെർമിനേറ്റ് ചെയ്തു എന്ന് കരുതിക്കോളൂ. ടെർമിനേറ്റ് ചെയ്താലും അവരാരാണ് ഏതാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരാൾ ഇനി മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലും സത്യത്തിൽ ഇതേ ജോലിയിൽ ഇനി ഇരിക്കാൻ പാടില്ല. കാരണം അവരുടെ വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് അത്രത്തോളം മോശമാണ് എന്നും മുഖ്യധാര മാധ്യമ പ്രവർത്തനത്തിന് അവർ യോഗ്യരല്ല എന്ന രീതിയിലത്തേക്ക് അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് പറ്റുന്നത്, ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നത് മഞ്ഞ മാധ്യമ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി നാളെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലേക്ക് പോയി ഇതേ പണി തന്നെ അവിടെയും കാണിക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നതിന്റെ ഒരു എത്തിക്സ് ഈ സ്ഥാപനത്തിന് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. റിപ്പോർട്ടർ ചാനൽ ഈ ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഞെട്ടിയത് പണ്ട് മനോരമ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ അദ്ദേഹം ഗവർണറായി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ ആ വാർത്ത ബ്രേക്ക് ചെയ്തിട്ട് ട്രോൾ അല്ല എന്നാണ് അന്ന് അവർ എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഒരു വ്യക്തിയോട് രാഷ്ട്രീയമായിട്ട് വിദ്വേഷം ഉണ്ടാകാം, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് താല്പര്യക്കുറവുണ്ടാകാം, പക്ഷെ വാർത്തയായി സമീപിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഒരു ട്രോൾ പേജ് ആയിട്ട് നിങ്ങൾ മാറ്റുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇൻഡിവിജ്വലി ആൾക്കാർക്കാണെങ്കിലും ട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം അത് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ്. ഇത് സറ്റയർ പോലുമല്ല. നമുക്കിപ്പോൾ അറിയാം, മെയിൻ സ്ട്രീം ചാനലുകളിൽ ഉൾപ്പെടെ സറ്റയർ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലത്തേക്ക് അപഹസിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. അതിനൊക്കെ വലിയ സ്വീകാര്യതയുമുണ്ട്. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അല്ലല്ലോ. നിങ്ങൾ മെയിൻ സ്ട്രീം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ വാർത്തയായി കാണാൻ കഴിയാതെ അതിലേക്ക് നിങ്ങൾ ഈ രീതിയിലത്തേക്കുള്ള വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിദ്വേഷമൊക്കെ തന്നെ കലർത്തിക്കൊണ്ട് ഈ ഒരു മാധ്യമ പ്രവർത്തനം നടത്തിയാൽ അതിന്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല, അത് ചെയ്യുന്ന ആൾക്കാരുടെ പേര് മാധ്യമ പ്രവർത്തകരെന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേവല ഖേദപ്രകടനം എന്നതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ BJP എന്ന പാർട്ടിക്കോ ഒക്കെ തന്നെ ഇത് ഈ നിലവിലുള്ള നടപടിയൊക്കെ തന്നെ ഒരുപക്ഷെ സ്വീകാര്യമായേക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് ധാർമ്മികതയുടെ പേരിൽ ആ ചാനൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടല്ല അവിടെ ആരെങ്കിലും ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയേണ്ടത്, മറിച്ച് ആ മാധ്യമ സ്ഥാപനം തന്നെ പറയണം, ഇങ്ങനെ പ്രശ്നമുണ്ടായി, ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പറയാനുള്ള ആർജവം കൂടി ആ കാര്യത്തിൽ കാണിക്കണം. അതല്ല എങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലത്തേക്കുള്ള സെക്കൻഡ് ഗ്രേഡ് മാധ്യമ പ്രവർത്തനം എന്ന രീതിയിലത്തേക്ക് മാത്രം അതിനെ പറയേണ്ടി വരും. അങ്ങനെ റിപ്പോർട്ടർ TV അറിയാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ അറിയപ്പെടുക എന്നുള്ളതല്ല അവരുടെ താല്പര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്ഷൻ അതിലുണ്ടാകണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെ പറയുന്നത്, അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് ശ്രീ അരുൺകുമാർ, ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ശ്രീമതി സുജയ പാർവതി,
തുടങ്ങിയ ആൾക്കാരെല്ലാവരും തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ഖേദപ്രകടനം നടത്തി എന്നാണ്. ശരിയാണ്, അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് ആ ഒരു ഖേദപ്രകടനം ആവശ്യമാണ്. പക്ഷെ ഇത് കണ്ടിരിക്കുന്നത് അദ്ദേഹമല്ല. ഇത് കണ്ടിരിക്കുന്നത് അവരുടെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരാണ്. അത് ഒരുപക്ഷെ ആർക്കൈവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആർക്കൈവിൽ നിന്ന് അവർ നീക്കിയിട്ടുണ്ടാകാം. ഇത് കണ്ടിരിക്കുന്ന ജനമുണ്ട്. ഒരുപക്ഷെ ശ്രീ ഗോപാലകൃഷ്ണനോട് ഇവരിത് ഖേദപ്രകടനം നടത്തിയോ ഇല്ലയോ എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ജനത്തിനോട് ഇന്ന ഒരു പ്രശ്നം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും അതിൽ ഞങ്ങൾ ഓണസ്റ്റായിട്ട് ഖേദിക്കുന്നുവെന്നും ആ ഖേദപ്രകടനം അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന് അത് സ്വീകാര്യമായി എന്നും പിന്നീട് ഈ പറഞ്ഞതുപോലെ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നും പറയാനുള്ള ധാർമ്മികത അവർക്കുണ്ടാകണം. അപ്പോൾ ഒന്ന് തെറ്റാണ് എങ്കിൽ ആ തെറ്റിനെ തിരുത്തുന്നത് മറ്റൊരു തെറ്റായിക്കൂടാ. രണ്ടാമത് ആ തിരുത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആകണം, ഓണസ്റ്റ് ആകണം. അതിനുള്ള ആർജവം റിപ്പോർട്ടർ TV അധികൃതർ കാണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, അതാണ് കൺക്ലൂഷൻ. തെറ്റ് കാണിക്കുമ്പോൾ ഉണ്ടായ ഒരു ഗൗരവം, അത് ക്ഷമ പറയുന്ന കാര്യത്തിൽ ആ ഒരു ഗൗരവം റിപ്പോർട്ടർ ചാനലിനില്ല എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു സർ. താങ്ക് യു ദീപ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.